സുവിക്തമാണ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചിന്ത. സ്വതന്ത്രമാകണം ഇനി അങ്ങോട്ട്. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ഞങ്ങളും ഒപ്പമുണ്ട്. കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സ്വാതന്ത്ര്യദിന ഓഫർ ഓഗസ്റ്റ് 14 മുതൽ 17 വരെ നിങ്ങളിലേക്ക് എത്തുകയാണ്. എല്ലാ കോഴ്സുകൾക്കും 20% വരെയുള്ള കോഴ്സ് ഓഫറുകളാണ് ഈ ദിവസങ്ങളിൽ. PSC, ബാങ്ക്, അധ്യാപക യോഗ്യതാ പരീക്ഷകൾ തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ഈ ഓഫർ ബാധകമാണ്. കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഞാൻ പ്രിയങ്ക ഹരി. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴെല്ലായിടത്തും ചർച്ചയായിട്ടുള്ള ഖാദർ കമ്മിറ്റി എന്തൊക്കെയാണ് ആശങ്കകൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമുക്കതിനകത്ത് ചർച്ച ചെയ്യാനുള്ളത്, അല്ലേ? ഇങ്ങനൊരു ടോപ്പിക്കുമായിട്ടൊക്കെ നമ്മളൊരു ഡിസ്കഷനുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസുകളും ഒക്കെ പോരണം. ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഖാദർ കമ്മിറ്റി നിലവിൽ വരുമോ, അല്ലെങ്കിൽ ഖാദർ കമ്മിറ്റി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ എന്താ ഒരു PSC ഉദ്യോഗാർത്ഥി അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC എഴുതുന്നവരുണ്ട്, സർവീസിലുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. ഇതെല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഖാദർ കമ്മിറ്റിയിൽ പരിഗണിക്കേണ്ടതും അവരെല്ലാം ഇതിന് ഭാഗമാകുന്നതാണ്. സ്കൂളുണ്ട്, ടീച്ചേഴ്സ് ഓൾറെഡി സർവീസിലുള്ളവരുണ്ട്, ഇനി കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്കറിയാം അധ്യാപക നിർണയവുമായി ബന്ധപ്പെട്ട, മാനേജ്മെൻറ്റുമായിട്ടൊക്കെ നിർണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ടീച്ചറിന് അറിവുള്ള ഖാദർ കമ്മിറ്റിയിൽ എന്തൊക്കെയായിരിക്കാം ടീച്ചറിന് പറയാനുള്ളത്? അതായത് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ് തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. എന്നാൽ കൂടി അതിൻ്റെ ഒരു ഗുണനിലവാരം കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നിയമിച്ചില്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു റിപ്പോർട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തന്നെയാണ് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതായത് NEPക്ക് ഒരു കേരള മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ കേരള ബദൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു സംവിധാനമാണ് ഈ ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായും നമ്മൾ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരള ജനതയ്ക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എൻഷുർ ചെയ്യുക എന്നത് തന്നെയായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന്റെ തീരുമാനങ്ങൾ ഇപ്പൊ ഇവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്. അതായത് അധ്യാപക സംഘടനകളിലേക്ക് വരെ എത്തിപ്പെട്ടു, ഇല്ലേ? അപ്പം ഈ പ്രധാനമായും ഖാദർ കമ്മിറ്റിയുടെ ഓരോ ഭാഗത്തെയും ശുപാർശകളുണ്ട്. സ്കൂൾ എങ്ങനെയാകണം. എനിക്ക് തോന്നുന്നു ടീച്ചർ നമ്മൾ കൂടുതലും ആശങ്കപ്പെടേണ്ടത് വരാൻ PSC എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ്. കാരണം HSI നോട്ടിഫിക്കേഷൻ വരികയാണ്. HSI നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയ ആശങ്ക എന്തായിരിക്കും? ഡിഗ്രി ആയിരിക്കുമോ? കാരണം PG ആണ്. അതായത് യോഗ്യതയിൽ എന്ത് മാറ്റം വരും എന്നതാണ് എല്ലാവരും നേരിടുന്ന വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് സെക്കൻഡറി തലം, അതായത് അധ്യാപകരെയൊക്കെ ഒരുമിച്ച് അധ്യാപകർ എന്നുള്ള ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാത്രം കൺസിഡർ ചെയ്യണമെന്നും അതില് ക്ലാസ്സുകൾക്ക് അനുസരിച്ച് ഇപ്പൊ സെക്കൻഡറി തലം എന്ന് പറയുമ്പോൾ PG BEd നിർബന്ധമാക്കണം എന്നുമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു PG ലെവലിലുള്ള എക്സാം, അതായത് ഹയർ സെക്കൻഡറി തലത്തിലുള്ള ടീച്ചേഴ്സിൽ ഈ 9, 10, 11, 12 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ജൂനിയർ പോസ്റ്റ്, സീനിയർ പോസ്റ്റ് എന്ന നിലയിലുള്ള ആളുകളിലേക്കാണ് ഇത് കൂടുതൽ കടന്നു വരാൻ സാധ്യതയുള്ളത്. നേരത്തെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഘട്ടത്തിൽ കേരള ഗവൺമെന്റ് പറഞ്ഞിരുന്നു HSST സീനിയർ പോസ്റ്റും ജൂനിയർ പോസ്റ്റും സെപ്പറേറ്റ് വിളിക്കുന്നില്ല, പകരം ജൂനിയർ പോസ്റ്റിൽ നിന്നും ഒരു സർവീസ് ഉള്ള പ്രൊമോഷൻ കിട്ടിയവർ മാത്രം സീനിയറിലേക്ക് വരുന്നു എന്ന രീതിയിലൊക്കെ വന്നിരുന്നു. പിന്നീട് അത് മാറ്റം വന്നിട്ടാണ് 2020 നോട്ടിഫിക്കേഷൻ വരികയും സീനിയർ ജൂനിയർ പോസ്റ്റിലേക്ക് HSSTയിലേക്കും NVHSEയിലേക്കും എക്സാമുകൾ കണ്ടക്ട് ചെയ്തു. പല സബ്ജക്റ്റുകളിലേക്കും അങ്ങനെ കണ്ടക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അറിവ് കൊണ്ടും, അല്ലെങ്കിൽ ആ ഒരു കരട് വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂനിയർ തസ്തികകളിലുള്ള ടീച്ചേഴ്സിനായിരിക്കും ഈ ഹൈസ്കൂൾ, നമ്മുടെ ഇപ്പോഴത്തെ ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് ഹൈസ്കൂൾ അധ്യാപകർക്ക് PG BEd നിർബന്ധമാക്കുന്നു എന്ന് പറയുന്നത്. സോ
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഡിഗ്രി BEd ഉള്ള കുട്ടികളെയൊക്കെ തഴഞ്ഞ് പെട്ടെന്ന് ക്വാളിഫിക്കേഷൻ കൂട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് സമയമെടുത്ത് പഠിച്ച് ഇതിൻ്റെ വരും വരായികകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി മാത്രമായിരിക്കും ഇത്തരം റിപ്പോർട്ടുകൾ കേരളത്തിൽ കൃത്യമായിട്ടും നടപ്പിലാക്കുകയുള്ളൂ. ടീച്ചർ, അപ്പോൾ അവിടെ 2 കൺസേൺസ് ആണ് വരുന്നത്. ഒന്ന്, സർവീസിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ സർവീസിലുള്ള ആൾക്കാർക്കും ഈ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു 5 വർഷം സമയം കൊടുക്കാമായിരിക്കാം, അല്ലേ? ഇപ്പം ഡിഗ്രി ഉള്ളവർക്ക് PGയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സമയം കൊടുക്കുമായിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് PSC എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി PG ആകണം എന്ന് പറയുമോ എന്നാണ് മെയിൻ സംശയം. അതെ, അതിനകത്ത് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, മന്ത്രിയാണെങ്കിൽ നമ്മൾ ഈ ഓരോ തവണ മന്ത്രിസഭാ യോഗം കഴിയുമ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ യാതൊരു കാര്യങ്ങളും നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ 20 വർഷത്തിനധികം ഈ ഒരു 20 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിൻ്റെ ഒരു റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം അവരവരുടെ, അതായത് BSc MSc മാത്സ് പ്രൊഫഷണൽ കോഴ്സുകളല്ലാതെ PG ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മനസ്സിലായോ? എല്ലാവരും ഡിഗ്രി കഴിഞ്ഞ ശേഷം അവരുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് BEdോ അല്ലെങ്കിൽ അതിലേക്ക് മാറുകയും, അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഒരു നിവേദനം, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മകളുണ്ട്. ഇനിയും PG എടുക്കാൻ സർവീസിലുള്ളവർക്കും സമയം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളിൽ PSC അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും സമയം കിട്ടണം എന്നാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ പരിഗണിക്കാതെ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപക സംഘടനകളായാലും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിഗണിക്കാൻ ഒരു സമയം കിട്ടും, അല്ലേ? തീർച്ചയായിട്ടും സമയം കിട്ടും. പിന്നെ നമുക്ക് ആശാവഹമായ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആശാവഹമായ 2-3 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തിടെ കഴിഞ്ഞൊരു ദിവസം വിളിച്ച HSA നാച്ചുറൽ സയൻസ് NCA നോട്ടിഫിക്കേഷനിലും ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ്റെ നമ്പർ ഞാൻ പറയാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ അറിഞ്ഞതായിരിക്കും. കാറ്റഗറി നമ്പർ 200/2024 ആണ് വരുന്നത്. ഇത് ഹൈസ്കൂൾ ടീച്ചർ മലയാളമാണ് വിളിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ ആണ് ഒരു എക്സാം വിളിച്ചിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ 220/2024 അതിൽ ഒരു NCA നോട്ടിഫിക്കേഷനാണ്. തമിഴിലാണ്, മീഡിയത്തിലാണ് വന്നിരിക്കുന്നത്. അത് എന്താണ്, വിശ്വകർമ്മ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി വേണ്ടിയാണ്. അവിടെയും ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, PG അല്ല, ഡിഗ്രി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന HSA ഫിസിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ന്യൂസുകൾ അതിലും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ബോർഡിനാണ് അധികാരം. എന്ത് ക്വാളിഫിക്കേഷൻ, PSCയുടെ ക്വാളിഫിക്കേഷൻ നിർണ്ണയിക്കുന്നതിൽ റിക്രൂട്ട്മെന്റ് ബോർഡിനാണ് അവരുടെയാണ് ഏറ്റവും വലിയ അഭിപ്രായം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അന്തിമ അഭിപ്രായം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ഒരു പോസിബിലിറ്റി കൂടുതലാണ്, അല്ലേ? ഒരു 90% ഡിഗ്രിക്കാർക്ക്. കാരണം ഒരു ഡിസംബറിലേക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഡിസംബർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തിപ്പെട്ടു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, വളരെ കുറച്ച് മാസത്തിൽ 4-5 മാസത്തിനുള്ളിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, നമുക്ക് ഒരു സമയം കിട്ടും. ഡിഗ്രി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതായിരിക്കും. മിസ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അതായത് പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞ് BEd പോകുന്ന പല വിദ്യാർത്ഥികളും എയിം ചെയ്യുന്നത് HSA പോസ്റ്റ് തന്നെയാണ്. അതായത് സാധാരണ രീതിയിൽ ഡിഗ്രി കഴിഞ്ഞു PG കഴിഞ്ഞ് BEd ചെയ്യുന്നതിനേക്കാൾ ഉപരി ഡിഗ്രി കഴിഞ്ഞ് BEd ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെല്ലാം ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും ഡിഗ്രി കഴിഞ്ഞ് ഒരു BEd ചെയ്യുന്നത്? അവരൊക്കെ കാത്തിരിക്കുന്നത് ഈ ഒരു HSA നോട്ടിഫിക്കേഷനാണ്. അത്തരം വിദ്യാർത്ഥികൾക്കൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത കുറവ് തന്നെയായിരിക്കും. ഇനി നമുക്ക് നോക്കിയിരിക്കാനുള്ള സമയം, അതായത് ഇവിടെ പക്ഷെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഈ പ്രാവശ്യം കുറച്ചധികമൊക്കെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയിൽ കുറച്ച് പ്രയാസമൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കാം.
കടന്നു വരാൻ പോകുന്നത്. കാരണം PSCയും ഒക്കെ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നിലവാരങ്ങൾ ഓരോ എക്സാം നമ്മൾ UP ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കുറേ പേരുണ്ട് വെറുതെ പേടിപ്പിക്കുകയാണ്, അങ്ങനെയൊന്നുമല്ല. UPയുടെ ഒരു ക്വസ്റ്റ്യനും LPയുടെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതിൽ HSA ക്വസ്റ്റ്യൻ പേപ്പറിന് മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന HSST മലയാളത്തിൽ ഒക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. PSC മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആ മാറ്റങ്ങൾ അനുസരിച്ച് തന്നെ HSA തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാം തന്നെയായിരിക്കും. കാരണം അധ്യാപക യോഗ്യതാ പരീക്ഷകളിൽ വരെ നടത്തുന്ന പരീക്ഷാ ഭവൻ ആയിക്കോട്ടെ, LBS നടത്തുന്നതായിക്കോട്ടെ, നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒട്ടും കുറയാതെ കൂടി വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വരുന്നത്. അതായത് കേട്ടിട്ടും നമ്മുടെ കോംപ്രമൈസ് ഇപ്പം ഒരേ രീതിയിലാണ് പോകുന്നത് അല്ലേ? അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന എക്സാംസിൻ്റെ നിലവാരങ്ങൾ മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഇപ്പോൾ ഖാദർ കമ്മിറ്റി ആയിട്ട് ഒരു വാർത്ത കേട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മൾ അതിൻ്റെ ഒരു അന്തിമ ഫലം വരുന്നത് വരെ പല ഉദ്യോഗാർത്ഥികൾ എന്തായിരിക്കും പഠിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാവും. പക്ഷെ അവർ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു തീരുമാനം മാറുമ്പോൾ ഇന്നൊരു മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ വെറും 3 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമോ സിലബസോ അല്ല HSA പോലുള്ള ഒരു തീർച്ചയായും പോസ്റ്റിലേക്ക് ഉള്ളത്. അപ്പോൾ അവിടെ ടീച്ചർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സാമിൻ്റെ സിലബസ് മാറാമോ, അല്ലെങ്കിൽ ആ മാറുന്ന സിലബസിനുള്ളിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇപ്പം HSST ഒക്കെ ആണെങ്കിൽ സിലബസ് മാറി. അതെ, നമ്മൾ മിസ് അറിയാം അല്ലേ, നമുക്ക് HSST മലയാളം ഒക്കെ മാറിയിട്ട് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൃത്യമായിട്ട് ആ ഒരു ടൈം ലിമിറ്റിൽ തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് അവിടെ എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കോഴ്സായിരുന്നു നമ്മുടെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങളിവിടെ ഡിസിഷൻ എടുത്ത് നീക്കാനുള്ള സമയമില്ല. പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ള പോംവഴി എന്ന് പറയും. ഡു ഓർ ഡൈ എന്നൊക്കെ പറയത്തില്ലേ? കാരണം പലരും ഇതിനകത്ത് ഏജ് ഓവർ ആകാൻ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് HSA എക്സാം ആയിരിക്കാം, UP നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ടത് ഈ പറയുന്ന റിപ്പോർട്ടുകളുമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. നിങ്ങൾ PG ഉള്ളവരാണെങ്കിൽ ഒന്നും പറയേണ്ട, നിങ്ങൾ നല്ല സൂപ്പറായിട്ട് പഠിച്ചോ. കാരണം നിങ്ങൾക്ക് എന്താ സൂപ്പർ ചാൻസ് ആണ്, അവിടെ വേറെ ഒന്നും നിങ്ങൾക്ക് ആലോചിക്കാനില്ല അല്ലേ? ചാൻസ് തന്നെയാണ്. പക്ഷേ ഇനി ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും ഒക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന് വരാം. അത് കാരണമാണ് മിക്കവരും പുറകിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളത് അല്ലേ? അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങിയിട്ട് ആ സമയത്തിന് എങ്ങാണോ എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ എന്താ, നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ, നമുക്ക് അവിടെ വേറെ ഒരു രീതിയിലും നഷ്ടമുണ്ടാവില്ല. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. സോ യോഗ്യത അത് ആശങ്കപ്പെടുകയേ വേണ്ട. 99% നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന തീരുമാനങ്ങൾ തന്നെയാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഈ ഖാദർ കമ്മിറ്റിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ അതുപോലെ തന്നെ HSA ഏത് സബ്ജക്റ്റും ആവട്ടെ, നമുക്കറിയാം എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. സിലബസ് മാറ്റം വരികയാണെങ്കിലും ഒരിക്കലും ആ കുറച്ച് ഭാഗങ്ങളിലെ മാറ്റങ്ങൾ സംഭവിക്കില്ല. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടാവും. അപ്പൊ ആ പോർഷൻസ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി. അപ്പൊ ഒരിക്കലും അത് നിങ്ങൾക്കൊരു നഷ്ടമായി എന്ന് പിന്നീട് തോന്നില്ല. ഇല്ല. അപ്പം ഇനി വരാൻ പോകുന്ന മികച്ച എക്സാംസുകളിൽ ഒന്നായ HSA മനസ്സിലാക്കുക. ടീം CC ഒപ്പം ഉണ്ട്, കൂടെയുണ്ട്. എന്തുകൊണ്ട് ടീം CC എന്ന് ചോദിച്ചാൽ ടീച്ചർ ഒരു വാക്കിൽ എന്ത് പറയും? എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1ാം റാങ്ക് മുതൽ എല്ലാ സബ്ജക്റ്റിലും അല്ലേ, CC നടത്തിയ HSA കോഴ്സുകളിലെല്ലാം 1ാം റാങ്ക് മുതൽ നമുക്ക് അങ്ങോട്ടേക്ക് നല്ല റാങ്കുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ പല അധ്യാപകരും ഇന്ന് സർവീസിൽ ഇരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം. അപ്പം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്താണ് താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കയറി കാണണം. എന്തുകൊണ്ട് CC ഈ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും അധ്യാപക പരിശീലനത്തിൽ കുറേയധികം വർഷങ്ങളായിട്ട് കേറ്ററ്റ് പരിശീലനത്തിൽ ഞങ്ങളുണ്ട്, നെറ്റിലുണ്ട്, സെറ്റിലുണ്ട്, CTET-ലുണ്ട്. എന്തുകൊണ്ട് CC ഒരു അധ്യാപക പരിശീലനത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റ വാക്കിൽ പറയും, ഒരുപാട് മികച്ച അധ്യാപകർ വരുന്നുണ്ട്. അതേപോലെ തന്നെ മികച്ച കുറേ എക്സാംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഒരു എന്താണ് തഴക്കവും പഴക്കവും എന്ന് തന്നെ പറയാൻ പറ്റും. ഞങ്ങളുടെ കുട്ടികൾ സർവീസിലുണ്ട്. ഞങ്ങൾ ഉറപ്പ് പറയും, ഈ CC ടീം നിങ്ങളുടെ പരീക്ഷയിൽ അവസാനം വരെ CC എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെ ഉണ്ടാകും. അത് വലിയൊരു ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത്.
തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇപ്പോഴും പഠിക്കാൻ ആശങ്കപ്പെടുന്നവരാണെങ്കിൽ ഇതൊന്നുമിനുള്ള സമയമല്ല, പഠിച്ചു തുടങ്ങാനുള്ള സമയമാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ടീം വേസ് ശ്രദ്ധിക്കണം. സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം പോരാ, പഠിപ്പിച്ച് നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ബേസ് തൊട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങളോടൊപ്പമുള്ള അധ്യാപകരെയാണ് ആവശ്യം, അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങളിവിടെ സെറ്റാണ്. ഞങ്ങളുടെ പുതിയ ബാച്ചാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഒരു ബാച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേഗം പോന്നോളൂ. എല്ലാ സബ്ജക്റ്റും നമുക്ക് ഒരുമിച്ച് പഠിക്കാം.